എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊഴുവ വെച്ചിട്ടൊരായിട്ടാണ് ചെയ്യുന്നത്. കൊഴുവ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ നത്തോലി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു നത്തോലി ഫ്രൈ അല്ലെങ്കിൽ കൊഴുവ ഫ്രൈ അതെങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ നമ്മുടെ കൊഴുവ ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ കൊഴുവ നമുക്കൊന്ന് മസാല കൂട്ടിയെടുക്കാം. ആദ്യം നമ്മളിത് കൊഴുവയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ഒരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടി നിൽക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമുക്കൊരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതെല്ലാം കൂടി ഒരു 3 ടീസ്പൂൺ കാണും, അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ടീസ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചെറുനാരങ്ങയാണ്. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നാരങ്ങ നീരുണ്ട്, കൊഴുവേന്നിറങ്ങി കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് തിരുമ്മിയെടുക്കാം. ഈ തിരുമുന്ന സമയത്ത് പോരാത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് തളിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മസാല ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടാണ് ചേർക്കുക. നമ്മൾ അതിനെന്ന് വെച്ചാൽ മസാല ഓവറായി കഴിഞ്ഞാൽ മസാല കരിഞ്ഞ് ഇരിക്കും, പിന്നെ ടേസ്റ്റും വ്യത്യാസം വരും. കറക്റ്റ് ആ പാകത്തിനുള്ള മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് മസാല കരിഞ്ഞ് വീഴുമില്ല. പിന്നെ അതുമല്ല ചൂടും പാകത്തിനായിരിക്കണം, കൂടാനും പാടില്ല പറയാനും പാടില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മസാല പൊട്ടാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ തിരുമ്മി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. അപ്പോഴേ നമ്മൾ അരപ്പ് വെട്ടി വെച്ചിരിക്കുന്ന കൊഴുവ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം, എന്നാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചട്ടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. അപ്പോൾ അതേ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് പാകത്തിന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് അത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ആരോട് പറയേണ്ട കാര്യമില്ല. ഇപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ്. അതാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രചോദനവും. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ കുറേ ആളുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിളിച്ച് പറയാറുണ്ട്, ചിലവർ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാ പ്രേക്ഷകരും പറ്റുന്ന രീതിയിൽ, കാരണം എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്ത് ചങ്കുകളായിട്ട് കൂടെ നിൽക്കണം കേട്ടോ. ഈ തണുപ്പ് സമയത്തൊക്കെ ഇതേപോലെ ഒരു കൊഴുവ ഫ്രൈ ഒക്കെ കൂട്ടി ചോർക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആണെന്നറിയാം, എന്നാലും കിട്ടുന്നവർ കൊഴുവയൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ കൊഴുവയുടെ റെസിപ്പീസൊന്നും ചെയ്തിട്ടില്ല നമ്മളെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കൊഴുവ ഒരു വശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അത് വറവ് കറക്റ്റായിട്ട് വരുന്നതിൻ്റെ ഒരു സിമ്പിളാണത്. കുറച്ചിടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് കോരി എടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ കറക്റ്റ് ആ പാകത്തിന് ഒരുപാട് മൊരിഞ്ഞ് പോകാനും പാടില്ല, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് വരുകയും ചെയ്യണം. ആ ഒരു പാകത്തിനാണ് നമ്മൾ വറുത്തെടുക്കാൻ. ഇത് നമ്മുടെ ആദ്യത്തെ വറുത്തെടുത്ത കൊഴുവ നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള കൊഴുവയും കൂടെ നമുക്ക് വറുത്തെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും മറച്ചിടുവാണ്. അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈ അവിടെ കിടന്ന് നല്ല ചട്ടി കിടന്ന് നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതങ്ങനെ ഫ്രൈ ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈ നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു രീതിയിലാണ് ചെയ്യണേ. അപ്പോൾ ആ ഒരു വെറൈറ്റി എന്താണെന്നാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് കൊഴുവ പറ്റിയെടുത്ത അരപ്പിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട്, അതിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് പുതിനയും മല്ലിയിലയാണ്, അത് നമ്മളിതിലേക്ക് ചേർത്തുണ്ട്. നമ്മളിത് ഒരു 2 ടീസ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ക്രഷ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഈ അരപ്പിലിട്ട് ഈ തേങ്ങ ഒന്ന് തിരുമിയെടുക്കുക. നമ്മളെ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കണ്ടോ, അത് അത്രയും കസ്തൂരി മേത്തി നമ്മൾ ചേർത്ത് കൊടുക്കും. അതൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്തിട്ടുണ്ട്. ഇതാ ഇത്രയും ചാറ്റ് മസാല, നമ്മൾ ഈ തേങ്ങയ്ക്ക് ആവശ്യമായ ചാറ്റ് മസാല ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മിയെടുക്കണം. നമ്മൾ നല്ലോണം തിരുമ്മിയെടുത്തിട്ടുണ്ട്. നല്ലോണം തിരുമ്മിപ്പിടിപ്പിക്കണം അരപ്പും ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് തിരുമ്മി സെറ്റാക്കി എടുക്കാനാണ് നമ്മൾ ആദ്യം ഈ അരപ്പ് മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് വറുത്തെടുത്ത ചട്ടി, അതായത് കൊഴുവ് വറുത്തെടുത്ത ചട്ടി വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകല എണ്ണ ഒഴിക്കും. നമ്മളത് കഴുകിയിട്ടൊന്നുമില്ല, അതിനകത്ത് ഉണ്ടായിരുന്ന മസാലയുടെ അരപ്പൊക്കെ മാറ്റി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ഇനി നമ്മൾ ആദ്യമായിട്ട് തേങ്ങ മസാലയൊക്കെ പറ്റി വെച്ചല്ലോ, ഒന്ന് വറുത്തെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കറിവേപ്പിലയും ഒന്ന് വറുത്ത രീതിയിലാക്കുക. കറിവേപ്പില ഒന്ന് വറുത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ച ഈ മിക്സ് ഈ കൊഴുവയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള തേങ്ങ വറുത്ത ആ ഒരു കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊഴുവയായിട്ട് ഈ ഫ്രൈ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ
കൊഴുവ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളെല്ലാവരും കൊഴുവ ഫ്രൈ ഉണ്ടാക്കുന്നവരാണ്. എങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി കിടുക്കാച്ചി വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.